ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇഹ്സാൻ അതൊക്കെ ഞാനിവിടെ നീട്ടി വലിച്ച് പറഞ്ഞ വിഷയങ്ങളാണ്. അദ്ലും ഇഹ്സാനൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ആ ആയത്തിൽ ഷോർട്ടാക്കി വിവരിച്ചൽപ്പെട്ടതാണ് ഇഹ്സാൻ, നന്മ. ഇഹ്സാൻ എന്നതിൽ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മ അതിൽ ഉൾക്കൊള്ളുന്നു. നാം പരസ്പരം ചെയ്യുന്നതായ സതുപദേശങ്ങളും അപ്രകാരം തന്നെ സഹായങ്ങളും സഹകരണങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു. ഒരു മുസ്ലിം മുഹ്സിനായിട്ടല്ലാതെ ജീവിക്കാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിം മറ്റുള്ളവർക്ക് സ്വയം നന്മ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരിൽ അവൻ്റെ നന്മ വ്യാപകമായില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, വലാ തദാബറു, മുസ്ലിമിന് നിന്നെ ആവശ്യം വരുമ്പോൾ നീ പിന്നോട്ട് ഓടരുത്, നീ അവൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി മുന്നോട്ട് വരണം എന്ന് കൽപ്പിച്ച മതത്തിൻ്റെ ഉടമകളാണ് നാം. ഇഹ്സാന്റെ ഏറ്റവും മീതെ നിൽക്കുന്ന അർത്ഥമാണ് നാം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് ചോദിച്ച ചോദ്യത്തിൽ നിന്നിട്ട് കിട്ടിയ മറുപടിയിൽ മൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന മറുപടിയിലൂടെ പഠിച്ചതായ ഭാഗം. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ കാണുമ്പോൾ ആരാധിക്കുക. നാം എപ്പോൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ റബ്ബ് നമ്മെ കാണുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ നിൽക്കണം. അപ്പോഴോ നാം നമ്മുടെ കൈകൊണ്ട് മൂക്കിലോ കാതിലോ വെച്ച് കളിക്കൂല. നാം വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പറയുന്ന വാക്കിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സലഫ് സാലിഹ്യങ്ങൾ നമസ്കരിക്കാറുള്ളത് പോലെ നമസ്കരിക്കാൻ അത് നമുക്ക് സഹായകമായി മാറും. നീ അവനെ കാണുന്നില്ലെങ്കിലും നിന്നെ അവൻ കാണുന്നുണ്ട് എന്ന വിശ്വാസം ഉണ്ടാവുക. അതാണ് ഇഹ്സാൻ. ഇഹ്സാന്റെ പ്രധാനപ്പെട്ട അർത്ഥം അത് നമ്മുടെ ജീവിതത്തിൽ സകലം അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ. നീ എവിടെ നിൽക്കുമ്പോൾ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നീ സുജൂദിൽ കിടക്കുമ്പോൾ, ജനങ്ങളോട് കൂടി ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ, നീ തനിച്ച് റൂമിൽ വെച്ചിട്ട് പെണ്ണുങ്ങൾ നമസ്കരിക്കും പോലെയാണോ നമസ്കരിക്കുന്നത്? അല്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പള്ളിയിൽ ചെന്ന് ജമാഅത്തോടു കൂടിയാണ് നമസ്കരിക്കുന്നത്. ഇത് ഞാൻ കാണുന്നുണ്ട് എന്ന് ഖുർആൻ പറയാണ്. അള്ളാഹ് പറയാണ്, ഞാനത് അറിയുന്നുണ്ട്. ഈ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ പള്ളികൾ കെട്ടാൻ ഞാൻ കൽപ്പിച്ചത് നീ വീട്ടിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാനല്ല. നീ നിസ്കരിക്കേണ്ടത് പുരുഷൻ, അത് പള്ളിയിലാണ്. പള്ളി ഫീഹി റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. പരലോകത്തിൽ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ, മറുപടി പറയണമല്ലോ. അവിടെ കണ്ണുരുട്ടേണ്ട ലോകമാണല്ലോ, ഹൃദയക്കുഴിയിലേക്ക് തൊണ്ടക്കുഴിയിലേക്ക് ഹൃദയം കയറുന്ന ദിവസമാണല്ലോ എന്നതോർത്തുകൊണ്ട് അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന, പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്ന, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം മറക്കുന്ന ആ മൂമിനിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ആ പുരുഷന്മാർ അവരെ അള്ളാഹു പുകഴ്ത്തിയത് പള്ളിയിൽ നമസ്കരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നാം ഈ പള്ളിയിൽ നമസ്കരിക്കുന്നതായ വേളയിൽ ഇഹ്സാനോടുകൂടിയാണോ നമസ്കരിച്ചത് എന്നത് അള്ളാഹ് കാണുന്നുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള ഇഹ്സാനാണ് ഇന്ന് ഇമാം മദീന മിമ്പറിന്റെ മീതെ സൂചിപ്പിച്ചതായ ഭാഗം.